ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈദാണ്. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് വിഷസ്, ഈദ് മുബാറക്. അപ്പോൾ നമ്മളിന്ന് എണിക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ എണിക്കാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തലേദിവസം അവർ ഉറങ്ങാനും നന്നായിട്ട് ലേറ്റ് ആയിരുന്നു കേട്ടോ. മോൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്നാക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞാൻ കുട്ടികളെ ഒന്നിച്ച് എണിപ്പിക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവരെണീറ്റ് എല്ലാവരും കൂടെ ഒന്നിച്ച് എണീറ്റ് കഴിഞ്ഞാൽ ആകെ ജഗ ബൊഗന്നായിരിക്കും. എനിക്ക് എല്ലാവരുടെ കാര്യങ്ങളും ഒന്നിച്ച് നോക്കാനും പറ്റില്ല. അപ്പോൾ ഓരോരുത്തരായിട്ടാണ് എണിപ്പിക്കുക. അപ്പോൾ മോളിൽ എണിപ്പിച്ച് കുളിപ്പിച്ച് അവളെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനത്ത് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഓക്കെ. ഞാൻ കണ്ണിന് അകത്തൊന്നും കൺമഷി ഇട്ട് കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു വാല് പോലെ സൈഡ് മാത്രം, അതും എപ്പോഴെങ്കിലും മാത്രമേ ഇടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് കണ്ണിനകത്ത് കൺമഷിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് തിരക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ധൈര്യത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം കെമിക്കലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അകത്തൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി മോനെ റെഡിയാക്കണം, ചെറിയ മോനെ റെഡിയാക്കണം. അപ്പോൾ ഷെയ്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് പക്ഷേ ഈ ഡ്രസ്സ് ഇഷ്ടമായില്ല. റോംബോ ടൈപ്പ് ആയതുകൊണ്ട് വെറുതെ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഊരി ഇടായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ. പിന്നെ ഐബ്രോസ് കുറവുള്ള കുട്ടികൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ ഐബ്രോ പെൻസിൽ എന്ത് ചെയ്യാമെന്നറിയോ, ആവണക്കെണ്ണ അതിൽ മുക്കി വെക്കുക. എന്നിട്ട് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഐബ്രോ പെൻസിൽ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഐബ്രോസ് കുറച്ച് തിക്കായിട്ട് നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ. ഐബ്രോസ് ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ല അമ്മി മിണ്ടൂല. അവൾക്കറിയില്ല. ചേച്ചിക്ക് അറിയില്ലല്ലോ. അപ്പോൾ റേനക്കുട്ടി അണിച്ചപ്പോൾ റേനക്കുട്ടിക്ക് ഫേസ് പാക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൻ എണീറ്റ് വീണ്ടും ഉറക്കച്ചടവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മോൻ എണീറ്റു. അപ്പോൾ അവനെ കുളിപ്പിച്ച് അവനും റോംപറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവന് ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല. പോയ പെരുന്നാളിന് മാത്രം ഒരു റോംബർ ടൈപ്പ് ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജനിച്ചതിന് ശേഷം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് പോകാനുള്ളത് ഈ ഗിഫ്റ്റ് കിട്ടിയത് ഇടാം. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ പോകണില്ലല്ലോ. അത് പോരാനിട്ട് വീട്ടിലൊക്കെ ഇടാനുള്ളത് എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ഡ്രസ്സൊക്കെയാണ് തരിക. ഞാൻ അതൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. വെറുതെ ഡ്രസ്സിന് ചെറിയ കുട്ടികൾക്ക് പൈസ കളഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊന്നും അധികം എടുത്തിട്ടൊന്നുമില്ല. ചിലപ്പോൾ മോളുടെ ഡ്രസ്സും മോനും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം ആഘോഷിക്കുക. നമ്മുടെ എളാപ്പാൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും. എല്ലാ എളാപ്പന്മാരും ഓരോ മക്കളും എല്ലാവരും വരും. അങ്ങനെ നല്ല സൂപ്പറായിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ടാണ് ആഘോഷിക്കുക. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അമ്മായിയുടെ മക്കളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വലിയൊരു രസം തോന്നിയില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോകുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തോ എനിക്ക് പെട്ടെന്ന് ഇന്ന് എല്ലാവരും എണീക്കാനൊക്കെ വൈകിയതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇത് എൻ്റെ ഉമ്മ തന്ന ഗിഫ്റ്റാണ്. ഒരു ബെഡ്ഷീറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. സോ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല കളറാണ്. പക്ഷേ പില്ലോ കവർ മാത്രം എനിക്ക് കളർ ഇഷ്ടമായില്ല. അതിൻ്റെ ആ ഇടയിലുള്ള ആ ഒരു കളറിലാണ് പില്ലോ കവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വരുമ്പോൾ എനിക്കിന്ന് ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഗിഫ്റ്റ് കിട്ടിയപ്പോൾ, ബെഡ്ഷീറ്റൊക്കെ കിട്ടിയപ്പോൾ. ഇനിയിപ്പോൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇന്ന് പെരുന്നാളായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ മോള് ഡ്രസ്സ് ഊരിയായി. ഇനിയിപ്പോൾ അതും എത്ര പ്രാവശ്യം ഇട്ട് കൊടുത്തെന്നറിയോ, എനിക്ക് മതിയായി. അവൾ ഊരാൻ ഞാൻ ഇട്ട് കൊടുക്കുക. ഇതേ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനും പോയി കുളിച്ച് റെഡിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോന് ഫുഡ് കൊടുക്കണം. ചിരിക്കി മമ്മ തിന്നണ്ടേ. അപ്പോൾ ഷെയ്സുക്കുട്ടീനും ഹെയ്സനെയും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി റെനാനെ റെഡിയാക്കലാണ് അടുത്ത പരിപാടി. അതാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പരിപാടി. ഇപ്പോൾ റെനാക്കുള്ള മേക്കപ്പാണ് ഇന്ന് ചെയ്ത് കൊടുക്കുന്നത്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കണ്ണെഴുതും,
പിന്നെ ഐലൈനർ ഇട്ട് കൊടുക്കും, മസ്കാര ഇട്ട് കൊടുക്കും. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ജെൽ കാജലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല സാധനമാണ്, കുഴപ്പമില്ല, സ്മഡ്ജ് ആവുന്നൊന്നുമില്ല കേട്ടോ. റെനാക്കൊന്നും ഞാൻ ഡെയിലി ഒന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ വല്ല ഫാമിലി എല്ലാവരും കൂടെ കൂടുന്ന സമയം അങ്ങനെ വല്ല പുറത്ത് പോകുമ്പോൾ മാത്രമേ നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. ചെറിയ കുട്ടികൾക്ക് നമ്മളിപ്പോൾ തന്നെ അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലുതായാൽ അവരുടെ ഫേസൊക്കെ വേഗം ഡള്ളാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആഫ്റ്റർ മാരേജും അല്ല, അതും കഴിഞ്ഞ് എത്രയോ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാജലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയത് തന്നെ. അതിന് മുമ്പൊന്നും യൂസ് ചെയ്യില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി സ്കിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ നേരത്തെ തന്നെ സ്കിന്നിനെ ഡള്ളാക്കാനും വേണ്ടി ഓരോ ക്രീം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഏജ്ഡായിട്ട് തോന്നും കേട്ടോ. നമ്മളധികം ഫൗണ്ടേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം സ്കിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കാജലിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഐലൈനർ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട്, ഒരുപാട് തിക്കൊന്നും ഇല്ലാതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഷേസ് കുട്ടി കൂടെ തന്നെ താഴെ നിന്നിട്ട് ഓരോന്ന് വലിച്ചിടുന്നുണ്ട്. അവളുടെ ഇടയിൽ കൂടെ ഐബ്രോ പെൻസിലൊക്കെ എടുത്ത് അവളുടെ മുഖത്തൊക്കെ വരച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മളിടുന്ന കണ്ടിട്ട് അതുപോലെ അവളും സ്വന്തമായിട്ട് ചെയ്തതായിരുന്നു. എന്താണ് അപ്പോൾ ഐലൈനർ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഇതിൽ 2 ഷെയ്ഡാണ് ഉള്ളത്, വൈറ്റും ബ്ലാക്കും. വൈറ്റ് കുറച്ചും കൂടെ തിക്കായിട്ട് അറിയാനും വേണ്ടിയിട്ടാണ്. ആദ്യം വൈറ്റ് ഇട്ടതിന് ശേഷം ബ്ലാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഐലാഷസ് കേളി ആയിട്ട് സ്റ്റിഫായിട്ട് നിൽക്കും. ഇത് വാട്ടർ പ്രൂഫ് അല്ല, ആക്ച്വലി വെള്ളം തട്ടിക്കഴിഞ്ഞാൽ കയ്യിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഡാർക്കായിട്ടുണ്ടല്ലേ, ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായില്ല. ഷേസുകുട്ടി ഈ ഡ്രസ്സ് ഊരുന്നൊരു 10ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇട്ടുകൊടുത്ത് മതിയായി എനിക്ക്. അപ്പോൾ വീണ്ടും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവളത് ഊരിയിടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഊരാൻ നല്ല ഈസി ആയിട്ട് അവളിങ്ങനെ വലിക്കുമ്പോഴേക്കും അത് പോരുന്നതുകൊണ്ട് വെറുതെ ഊരി കളിക്കുകയായിരുന്നു. അത് ഇട്ട് കൊടുക്കാൻ തന്നെ ബാക്കിൽ ഒരാൾ നടക്കണം. അതുകൊണ്ട് മുഖത്തൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഐബ്രോ പെൻസിൽ എടുത്തിട്ട് അവളും കൂടി സ്വന്തമായിട്ട് ഐബ്രോ പെൻസിൽ കൊണ്ട് വരഞ്ഞതാണ്. നമ്മളെന്ത് ചെയ്യുന്നോ അത് നോക്കിയിട്ടാണ് കുട്ടികളൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതാണ് പറയുന്നത്. എത്ര പ്രാവശ്യം റെഡിയാക്കിയാലും പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആദ്യം നേരത്തെ എണീറ്റിട്ട് ഓരോരുത്തരായിട്ട് റെഡിയാക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോവാൻ നിൽക്കുകയാണ്. മോൻ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പായസം. അതും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് 2ാമത്തെ വീടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് 2ാമത്തെ വീടാണ് എൻ്റെ എളാപ്പാൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, കുറേ ചെരുപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പാടെ നേരനിയനാണ്. ഇതെൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. ഒരു മോളാണ് അവർക്കുള്ളത്. ഫുഡ് കൊടുക്കുന്നത് ബ്രദറിൻ്റെ വൈഫാണ്, ഷിബില എന്നാണ് കേട്ടോ പേര്. അടുത്തെൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ വൈഫാണ്. പ്രാങ്ക് എങ്ങനെയുണ്ടായിരുന്നു പറയൂ. മസാല ഉപ്പുണ്ടോ നോക്കി
അതല്ല രസം. ഞാൻ രാവിലെ സുബൈക്ക് എണിച്ചിട്ട് എനിക്ക് പെട്ടെന്നൊരു പേടി, അമ്മച്ച അത് കണ്ടിന് സീരിയസ് ആണ് വിചാരിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരുമോ റബ്ബേ. കുട്ടിമാ തിരിഞ്ഞു പോയി നോക്കട്ടെ. ഇത് നമ്മുടെ ദിയ ഡ്രസ്സ് കാണിക്കാനായിട്ട് നെഞ്ചൊക്കെ വിരിച്ച് കാണിക്കുന്നുണ്ട്. മൂത്ത ബ്രദറിൻ്റെ മോളാണ്, ദിയ എന്നാണ് കേട്ടോ പേര്. കുട്ടികളെല്ലാവരും നല്ല കളിയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ മോളാണ്. മോൾക്ക് 1 വയസ്സാവുന്നുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞു, ബർത്ത്ഡേ കഴിഞ്ഞു. സയ എന്നാണ് കേട്ടോ മോളുടെ പേര്. ബ്രദറിനെ പോലെ തന്നെയാണ് അവൾ. രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫ് ഞാൻ പറഞ്ഞു, ഷഫാനാണ് പേര്. ഇവർ പേനിൻ്റെ കൂട്ടായ്മയാണ് കേട്ടോ. കൈയടിച്ചത് പേനുണ്ടെന്ന് പറഞ്ഞിട്ട് 2 പേർക്ക് പേനുള്ളതുകൊണ്ട് കൈയടിച്ചത്. എല്ലാവരും കണ്ണി കുത്തു. ആയിട്ടില്ല, ആ ഒന്ന് കേക്ക് വാങ്ങാന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി കേട്ടോ. ഇതൊരു വള്ളിച്ചെടിയാണ്. കുറേ പൂവുണ്ടാവും. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആൻറ്റി ഏജിങ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ടീ കുടിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവരുടെ അടിപൊളി ഗാർഡനാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അവിടെ ഫ്രണ്ടിൽ നിന്ന് ഇരിക്കാൻ. നല്ല രസമാണ്, കാണാനും സൂപ്പറാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്കൊന്ന് ഇടയ്ക്ക് പോയിട്ട് വന്നാണ്. മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു, മോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ എടുക്കാനും വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും വന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. അവിടെ ഇക്കയുണ്ട്, ഇക്ക ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇക്ക നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ചുച്ചുകുട്ടി മമ്മ തിന്നാ. എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ തന്നെയാണ് ചോറൊക്കെ വെക്കൽ. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചതാണ് കേട്ടോ, ഓർഡർ കൊടുത്തിട്ട് ഫുഡ് വാങ്ങിയതാണ്. മട്ടൻ ബിരിയാണിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു.
ഇതിനിടയ്ക്ക് കുക്കറൊന്ന് ഭയങ്കര സൗണ്ട് വന്നിട്ട് ഒന്ന് നോക്കിയപ്പോൾ എല്ലാം കൂടെ ആകെ തെറിച്ച് കിച്ചൺ മൊത്തം എന്തോ ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചില്ല കേട്ടോ. അതിൻ്റെതാ കാണുന്നത്, അവിടെ ഒക്കെ തെറിച്ച് കിച്ചൺ മൊത്തമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കസിൻസാണ് കേട്ടോ, അവരൊക്കെ എന്നെ കളിയാക്കുകയാണ് എൻ്റെ ഇത് കാണാണ്ട് മറ്റുള്ളവരുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട്.